ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിൻ്റെ SCERT ബയോളജി മുഴുവൻ ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ക്യാപ്സൂൾ പോലെ SCERT പാഠങ്ങളിലൂടെ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ലെസണിലെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ടെക്സ്റ്റ് ബുക്ക് പഠിക്കാൻ നേരമില്ലാത്തവർക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫുൾ കണ്ടൻറ്റ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ തരികയാണ്. ഓക്കെ, ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ബയോളജിയിൽ നിന്നും 10th പ്രിലിംസിനും അതുപോലെ തന്നെ 12th ലെവൽ എക്സാമുകൾക്ക് ഡിഗ്രി പ്രിലിമിനറി എക്സാമിന് ഒക്കെ വേണ്ടിയിട്ടുള്ള എല്ലാത്തിനും നിങ്ങൾക്കിതൊരു പ്രയോജനമാകും. അപ്പോൾ ക്ലാസ്സുകൾ കാണുക, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ ബയോളജിയാണ് ഇന്ന് പഠിക്കുന്നത്. 10ാം ക്ലാസ്സിൻ്റെ ബയോളജിയിലെ 1ാമത്തെ പാഠം അറിയാനും പ്രതികരിക്കാനും എന്ന പാഠമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ പാഠത്തിൻ്റെ ആദ്യം തന്നെ നമ്മൾ ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകളാണ് ഉദ്ദീപനങ്ങൾ, അല്ലേ? എന്തൊക്കെയാണ്? രുചി, സ്പർശം, മണം, ഇതെല്ലാം എന്താ? ഓരോ വിധത്തിലുള്ള ഉദ്ദീപനങ്ങളാണ്. അപ്പോൾ ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകളാണ് എന്ത്? ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത്. ഉദ്ദീപനങ്ങൾ സ്വീകരിക്കാൻ ജ്ഞാനേന്ദ്രിയങ്ങളിൽ മറ്റ് ശരീരഭാഗങ്ങളിലും സവിശേഷമായ കോശങ്ങളുണ്ട്. ഗ്രാഹികൾ എന്നാണ് ഈ കോശങ്ങൾ അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഗ്രാഹികൾ? ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളിലും അതുപോലെ തന്നെ മറ്റ് ശരീരഭാഗങ്ങളിലും സവിശേഷമായ കോശങ്ങളുണ്ട്. ഈ കോശങ്ങളെയാണ് ഗ്രാഹികൾ എന്ന് പറയുന്നത്. ഇവ ഉദ്ദീപനങ്ങൾ ഈ ഗ്രാഹികൾ ഉദ്ദീപനങ്ങളെ സ്വീകരിച്ച ശേഷം ഉചിതമായ സന്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നു. ഉദ്ദീപനങ്ങളെ സ്വീകരിച്ച ഗ്രാഹികൾ രൂപപ്പെടുത്തുന്ന സന്ദേശങ്ങൾ തലച്ചോറിലെത്തുന്നതോടെയാണ് പൊതുവെ പ്രതികരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. അപ്പോൾ നാഡീവ്യവസ്ഥയാണ് നമ്മുടെ ശരീരത്തിലെ പ്രതികരണങ്ങളെ ഏകോപിപ്പിക്കുകയും തലച്ചോറിലെത്തുന്ന ഈ പ്രതികരണങ്ങളെ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ നാഡീവ്യവസ്ഥയാണ്. ഇനി നാഡീകോശം, ന്യൂറോൺസ്. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് നാഡീകോശം അഥവാ ന്യൂറോണ്. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം എന്താണ്? നാഡീകോശം അഥവാ ന്യൂറോൺ. മറ്റെല്ലാ കോശങ്ങളെയും പോലെ നാഡീകോശത്തിനും കോശസ്തരവും കോശദ്രവ്യവും ന്യൂക്ലിയസും ഉണ്ട്. അപ്പോൾ ഈ നമ്മുടെ നാഡീകോശങ്ങൾക്ക് എന്താണ്? മറ്റു കോശങ്ങളെ പോലെ തന്നെ നാഡീകോശത്തിന് എന്തുണ്ട്? കോശസ്തരവുമുണ്ട്, കോശദ്രവ്യവും ന്യൂക്ലിയസും ഉണ്ട്. അപ്പം അത് ഓർത്തിരുന്നോണം. മറ്റു കോശങ്ങളെ നമ്മുടെ നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം എന്ന് പറയുന്നത് നാഡീകോശം അല്ലെങ്കിൽ ന്യൂറോണാണ്. നാഡീകോശത്തിന് പറയുന്നതാണ് ന്യൂറോൺ എന്ന്, കേട്ടോ. അപ്പം എല്ലാ കോശങ്ങളെയും പോലെ തന്നെ നമ്മുടെ ഈ നാഡീകോശത്തിനും എന്തുണ്ട്? കോശസ്തരവും ഉണ്ട്, കോശദ്രവ്യവുമുണ്ട്, ന്യൂക്ലിയസുമുണ്ട്. ഇനി മൈലിൻ ഷീത്ത്, പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ് മൈലിൻ ഷീത്ത്. എന്താണ് മൈലിൻ ഷീത്ത്? മിക്ക ആക്സോണുകളെയും കൊഴുപ്പടങ്ങിയ മൈലിൻ എന്ന സ്ഥലം ആവർത്തിച്ച് വലയം ആക്സോണാണ് ഈ തന്നിരിക്കുന്നത്, ഈ ദണ്ട് പോലെ കാണുന്നത്. അപ്പോൾ ഈ ആക്സോണുകളെ വലയം ചെയ്തിരിക്കുന്ന കൊഴുപ്പടങ്ങിയ സ്ഥലമാണ് മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാം, ഇത് കണ്ടോ? ഇതാണ് ആക്സോൺ എന്ന് പറയുന്നത്. ഇവിടെ ആക്സോൺ ഇതാണ്. ഈ ആക്സോണിന് ചുറ്റും കാണുന്ന ഈ കൊഴുപ്പടങ്ങിയ ഭാഗമാണ് എന്ത്? മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മൈലിൻ ഷീറ്റ് എന്ന് നമ്മളോട് ചോദിച്ചാൽ, ആക്സോണുകളുടെ കൊഴുപ്പടങ്ങിയ മൈലിൻ എന്ന സ്ഥലം ആവർത്തിച്ച് വലയം ചെയ്തിരിക്കുന്നു. ഇതാണ് എന്ത്? മൈലിൻ ഷീറ്റ്. ഓക്കെ, ഒരു കൂട്ടം ആക്സോണുകൾ ചേരുന്നതാണ് നാഡി. എന്താണ് നാഡി? ഒരു കൂട്ടം ആക്സോണുകൾ ചേരുന്നതാണ് നാഡി. അവയിലെ മൈലിൻ ഷീറ്റ് രൂപപ്പെട്ടിരിക്കുന്നത് ശ്വാൻ കോശങ്ങളാലാണ്. മസ്തിഷ്കത്തിലെയും സുഷുപ്നയിലെയും മൈലിൻ ഷീറ്റ് ഒളിഗോടെൻഡ്രോസൈറ്റുകൾ എന്ന സവിശേഷ കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ മസ്തിഷ്കത്തിലും അതുപോലെ തന്നെ സുഷുപ്നയിലെയും മൈലിൻ ഷീറ്റ് ഒളിഗോടെൻഡ്രോസൈറ്റുകൾ എന്ന സവിശേഷമായ കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതാണ്. മൈലിൻ ഷീറ്റിന് തിളങ്ങുന്ന വെള്ള നിറമാണ്. മൈലിൻ ഷീറ്റിൻ്റെ നിറം എന്താണ്? തിളങ്ങുന്ന വെള്ള നിറം. മൈലിൻ ഷീറ്റിന് തിളങ്ങുന്ന വെള്ള നിറമാണ്. മസ്തിഷ്കത്തിലും സുഷുപ്നയിലും മൈലിൻ ഷീറ്റുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം വൈറ്റ് മാറ്റർ എന്നും മൈലിൻ ഷീറ്റ് ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗം ഗ്രേ മാറ്റർ എന്നും അറിയപ്പെടുന്നു. അപ്പം മൈലിൻ ഷീറ്റ് കാണപ്പെടുന്ന ഭാഗം അറിയപ്പെടുന്നത് എന്താണ്? വൈറ്റ് മാറ്റർ എന്നും മൈലിൻ ഷീറ്റ് ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗം ഗ്രേ മാറ്റർ എന്നും അറിയപ്പെടുന്നു.
ആക്സോണിന് പോഷകഘടകങ്ങൾ, ഓക്സിജൻ തുടങ്ങിയവ നൽകുക, ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക, വൈദ്യുത ഇൻസുലേറ്ററായി വർത്തിക്കുക, ബാഹ്യക്ഷതങ്ങളിൽ നിന്നും ആക്സോണിനെ സംരക്ഷിക്കുക എന്നിവയാണ് മൈലിൻ ഷീറ്റിൻ്റെ പ്രധാന ധർമ്മങ്ങൾ. ഇനി നാഡീകോശത്തിൻ്റെ ഘടനയും ധർമ്മവുമാണ് ഇവിടെ തന്നിരിക്കുന്നത്. SCERT ടെക്സ്റ്റ് ബുക്കിൽ പിക്ചറായിട്ട് ഇത് തന്നിട്ടുണ്ട്. അപ്പോൾ ഡെൻഡ്രൈറ്റുകൾ എന്താണ്? ഡെൻഡ്രൈറ്റുകൾ നിങ്ങൾ കണ്ടോ? ടെൻഡ്രോണിൻ്റെ ശാഖകളാണ് എന്ത്? ഡെൻഡ്രൈറ്റുകൾ എന്ന് പറയുന്നത്. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നും സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗങ്ങളാണ് ഡെൻഡ്രൈറ്റുകൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഡെൻഡ്രൈറ്റ് ഏതാണെന്ന് നോക്കിക്കേ. ഇതാണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, അതായത് തൊട്ടടുത്ത ഇതാണ് ഡെൻഡ്രൈറ്റ്. ഇതുണ്ടല്ലോ ഈ ഭാഗം, അതായത് തൊട്ടടുത്ത ശാഖ ന്യൂറോണിൽ നിന്ന് എന്ത് സന്ദേശങ്ങൾ സ്വീകരിക്കുന്നു. ഇനി ടെൻഡ്രോൺ എന്നാണ്? ടെൻഡ്രോൺ മീൻസ് ഇവിടെ കാണുന്ന ഈ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ടെൻഡ്രോൺ. കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തുവാണ് ടെൻഡ്രോൺ. ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവേഗങ്ങളെ കോശ ശരീരത്തിലേക്ക് എത്തിക്കുന്നത് ടെൻഡ്രോണാണ്. ഷാൻ കോശങ്ങൾ എന്താ? ആക്സോണിനെ വലനം ചെയ്യുന്നതാണ് ഷാൻ കോശങ്ങൾ. ഇതാണ് ഷാൻ കോശങ്ങൾ. ആക്സോണിനെ വലയം ചെയ്യുന്നു. ആക്സോൺ എന്താണ്? കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവാണ് ആക്സോൺ. ഈ കാണുന്നത് കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവിനാണ് എന്ത് പറയുന്നത്? ആക്സോൺ എന്ന് പറയുന്നത്. കോശ ശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്നു. ആക്സോണിൻ്റെ ശാഖകൾ ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്നു. ആക്സോണൈറ്റ് എന്താണ്? ആക്സോണിൻ്റെ ശാഖകളാണ് ആക്സോണൈറ്റ്. ആവേഗങ്ങളെ ഇവ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്നു. എന്താണ് സിനാപ്റ്റിക് നോബ്? ആക്സോണിൻ്റെ അഗ്രഭാഗം, ഈ കാണുന്ന ഡോട്ട് പോലെ കാണപ്പെടുന്ന ഭാഗം കണ്ടോ? അതിനാണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. നാഡീയ പ്രേഷകം സ്രവിക്കുന്ന ഭാഗമാണ് സിനാപ്റ്റിക് നോബ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടേബിളിൽ നിന്നും ക്വസ്റ്റ്യൻസ് PSC ചോദിച്ചിട്ടുണ്ട്. ഇനി എന്താണ് ഒളിഗോഡെൻഡ്രോസൈറ്റുകളും ഷാൻ കോശങ്ങളും? നാഡീകോശങ്ങൾ സംരക്ഷണം നൽകുകയാണ് ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ ഷാൻ കോശങ്ങളും. നാഡീകോശങ്ങൾക്ക് സംരക്ഷണം നൽകുന്നവയാണ് ഒളിഗോഡെൻഡ്രോസൈറ്റുകളും ഷാൻ കോശങ്ങളും. ഒരു ഒളിഗോഡെൻഡ്രോസൈറ്റ് ഒരേ സമയം പല ആക്സോണുകളെ പൊതിഞ്ഞോ ഒരാക്സോണിൻ്റെ വിവിധ ഭാഗങ്ങളെ പലതവണ പൊതിഞ്ഞോ മൈലിൻ ഷീറ്റ് നിർമ്മിക്കുന്നു. ഒരു ഒളിഗോഡെൻഡ്രോസൈറ്റ് ഒരേ സമയം പല ആക്സോണുകളെ പൊതിഞ്ഞോ അല്ലെങ്കിൽ ഒരു ആക്സോണിൻ്റെ വിവിധ ഭാഗങ്ങളെ പലതവണ പൊതിഞ്ഞോ മൈലിൻ ഷീറ്റ് നിർമ്മിക്കുന്നു. ഇനി നാഡികളിലെ ആക്സോണുകളിൽ ഷാൻ കോശങ്ങളാൽ നിർമ്മിതമായ മൈലിൻ ഷീറ്റ് കാണപ്പെടുന്നു. ഒരു ഷാൻ കോശം ആക്സോണിനെ ആവർത്തിച്ച് വലയം ചെയ്യുന്നു. അപ്പോൾ ഒളിഗോഡെൻഡ്രോസൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നാഡീകോശങ്ങൾക്ക് സംരക്ഷണം നൽകുന്നവയാണ് ഈ ഒളിഗോഡെൻഡ്രോസൈറ്റും ഷാൻ കോശങ്ങളും. അത് ഓർക്കുക. എന്താണ് ആ പോയിന്റ് ഓർത്തേ? നാഡീകോശങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതാണ് ഒളിഗോഡെൻഡ്രോസൈറ്റും നാഡീകോശങ്ങളും. ഒരു ഒളിഗോഡെൻഡ്രോസൈറ്റ് ഒരേ സമയം പല ആക്സോണുകളെ പൊതിയുന്നു, അല്ലേ? ഒരു ഒളിഗോഡെൻഡ്രോസൈറ്റ് ഒരേ സമയം പല ആക്സോണുകളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. ഒരാക്സോണിൻ്റെ വിവിധ ഭാഗങ്ങളെ പലതവണ പൊതിഞ്ഞോ മൈലിൻ ഷീറ്റ് നിർമ്മിക്കുകയും ചെയ്യുന്നു. ഇനി നാഡികളിൽ ആക്സോണുകളിൽ ഷാൻ കോശങ്ങളാൽ നിർമ്മിതമായ മൈലിൻ ഷീറ്റ് കാണപ്പെടുന്നു. അപ്പോൾ നമ്മുടെ നാഡികളിലെ ആക്സോണുകളിൽ ഈ ഷാൻ കോശങ്ങളാൽ നിർമ്മിതമായ മൈലിൻ ഷീറ്റ് കാണപ്പെടുന്നുണ്ട്. ഒരു ഷാൻ കോശം ആക്സോണിനെ ആവർത്തിച്ച് വലയം ചെയ്യുന്നു. ഇനി സന്ദേശങ്ങളുടെ രൂപപ്പെടലും പ്രേഷണവും എങ്ങനെയാണെന്ന്. നാഡീവ്യവസ്ഥ നിയന്ത്രണവും ഏകോപനവും സാധ്യമാകുന്നത് സന്ദേശങ്ങളിലൂടെയാണ്. നാഡീകോശത്തിൻ്റെ കോശസ്തരത്തിനു പുറത്ത് പോസിറ്റീവ് ചാർജും അകത്ത് നെഗറ്റീവ് ചാർജ് നിലനിൽക്കുന്നു. ചില അയോണുകളുടെ വിന്യാസത്തിലുള്ള വ്യത്യാസമാണ് ഇതിന് കാരണമായി പറയുന്നത്. ഉദ്ദീപിക്കപ്പെടുമ്പോൾ ആ ഭാഗത്ത് അയോണുകളുടെ വിന്യാസത്തിൽ വ്യത്യാസമുണ്ടാകുന്നതിനാൽ കോശസ്തരത്തിനകത്ത് പോസിറ്റീവ് ചാർജും പുറത്ത് നെഗറ്റീവ് ചാർജുമായി മാറുന്നു. നൈമിഷികമായി ഉണ്ടാകുന്ന ചാർജ് വ്യതിയാനം തൊട്ടടുത്ത ഭാഗത്തെ ഉത്തേജിപ്പിച്ച് സമാന രീതിയിലുള്ള ചാർജ് വ്യതിയാനം ഉണ്ടാക്കുന്നു. ഈ പ്രക്രിയ തുടരുക വഴി വൈദ്യുത പ്രവാഹമായി സന്ദേശങ്ങൾ എത്തുന്നു. നാഡീകോശത്തിലൂടെ പ്രേഷണം ചെയ്യപ്പെടുന്ന സന്ദേശങ്ങളാണ് നാഡീയ ആവേഗങ്ങൾ. ഇനി സിനാപ്സ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് PSC. ഗ്രാഹി കോശങ്ങളിൽ രൂപപ്പെടുന്ന സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലെത്തുകയും മസ്തിഷ്കം അതിനെ വിശകലനം ചെയ്ത് ഉചിതമായ പ്രതികരണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു.
ഇത് സാധ്യമാകണമെങ്കിൽ ഒരു നാഡീകോശത്തിൽ രൂപപ്പെടുന്ന സന്ദേശങ്ങൾ മറ്റു നാഡീകോശങ്ങളിലേക്കും ബന്ധപ്പെട്ട മറ്റു കോശങ്ങളിലേക്കും കൈമാറ്റം ചെയ്യപ്പെടേണ്ടതുണ്ട്. എന്താണ് സിനാപ്സ്? ഗ്രാഹീകോശങ്ങളിൽ രൂപപ്പെടുന്ന സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലെത്തുകയും മസ്തിഷ്കം അതിനെ വിശകലനം ചെയ്ത് ഉചിതമായ പ്രതികരണത്തിനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു. അപ്പം നമ്മുടെ ഗ്രാഹീകോശങ്ങളിൽ ഉണ്ടാകുന്ന സന്ദേശങ്ങൾ നമ്മുടെ മസ്തിഷ്കത്തിലെത്തി. മസ്തിഷ്കം അതിനെ ആ വരുന്ന സന്ദേശങ്ങളെ പറ്റി പഠിച്ചതിന് ശേഷം അതിനുചിതമായ പ്രതികരണത്തിനുള്ള നിർദ്ദേശം നൽകുന്നു. ഇത് സാധ്യമാകണമെങ്കിൽ ഒരു നാഡീകോശത്തിൽ രൂപപ്പെടുന്ന സന്ദേശങ്ങൾ മറ്റു നാഡീകോശങ്ങളിലേക്ക് ബന്ധപ്പെട്ട മറ്റു കോശങ്ങളിലേക്കും കൈമാറ്റം ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഒരു നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശീകോശവുമായോ നാഡീകോശവും ഗ്രന്ഥികോശവുമായോ ബന്ധപ്പെടുന്ന ഭാഗമാണ് സിനാപ്സ്. എന്താണ് സിനാപ്സ്? നോക്കിക്കേ, രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ, രണ്ട് നാഡീകോശങ്ങളുടെ ഭാഗങ്ങൾ കണ്ടോ, ഈ രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും ഒരു പേശീകോശവുമായോ നാഡീകോശവും ഗ്രന്ഥികോശവുമായോ ബന്ധപ്പെടുന്ന ഭാഗമാണെന്ത്? സിനാപ്സ്. ആക്സോണിൽ നിന്നും വൈദ്യുത ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ ചില രാസവസ്തുക്കളെ സിനാപ്റ്റിക് വിടവിലേക്ക് സ്രവിക്കുന്നു. ഈ രാസവസ്തുക്കളാണ് നാഡീയ പ്രേഷകങ്ങൾ. ഈ പിക്ചറിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവ തൊട്ടടുത്ത ഡെൻഡ്രൈറ്റിനെയോ കോശത്തെയോ ഉത്തേജിപ്പിച്ച് പുതിയ വൈദ്യുത വേഗങ്ങൾ സൃഷ്ടിക്കുന്നു. അസറ്റൈൽ കോളിൻ, ഡോപ്പാമിൻ എന്നിവ നാഡീയ പ്രേഷകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ആവേഗങ്ങളുടെ വേഗത, ദിശ എന്നിവ ക്രമീകരിക്കുകയാണ് സിനാപ്സുകളുടെ ധർമ്മം. എന്താണ് സിനാപ്സുകളുടെ ധർമ്മം? അത് നാഡീകോശങ്ങളുടെ ആവേഗങ്ങളുടെ വേഗത, ദിശ എന്നിവ ക്രമീകരിക്കുന്നതാണ് സിനാപ്സുകളുടെ ധർമ്മം. വിവിധ തരം നാഡീകോശങ്ങളുണ്ട്. സന്ദേശ ദിശയ്ക്കനുസരിച്ച് നാഡീകോശങ്ങളെ സംവേദനാ നാഡീകോശമെന്നും പ്രേരക നാഡീകോശമെന്നും തരംതിരിക്കാം. മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും സന്ദേശങ്ങളെ വഹിക്കുന്ന നാഡീകോശങ്ങളാണ് സംവേദ നാഡീകോശങ്ങൾ. പ്രേരക നാഡീകോശങ്ങൾ മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയിൽ നിന്നും സന്ദേശങ്ങൾ വിവിധ അവയവങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇനി നാഡികൾ എന്താ? ആക്സോണുകളുടെ കൂട്ടമാണ് നാഡികൾ. ഇവ യോജക കലയാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. നാഡികൾ എങ്ങനെയാണ്? യോജക കലകളാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് നാഡികൾ. ആക്സോണുകളുടെ കൂട്ടമാണ് നാഡികൾ. നാഡികളെ അവയുടെ ധർമ്മത്തിനനുസരിച്ച് 3ആയി തരംതിരിച്ചിരിക്കുന്നു. സംവേദനാ നാഡി തന്തുക്കൾ ചേർന്നുണ്ടാകുന്നതാണ് സംവേദനാ നാഡി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും എത്തിക്കുന്നു. അപ്പം സംവേദനാ നാഡി എന്താ ചെയ്യുന്നത്? അത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സന്ദേശങ്ങളെ നമ്മുടെ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും എത്തിക്കുന്നു. പ്രേരക നാഡി തന്തുക്കൾ ചേർന്നുണ്ടാകുന്നു. തലച്ചോറ്, സുഷുമ്ന എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് പ്രേരക നാഡിയാണ്. തലച്ചോറ്, സുഷുമ്ന എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങളെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് പ്രേരകനാഡി. മറിച്ച് സംവേദനാഡി എങ്ങനെയാണ്? അത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങളെ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും എത്തിക്കുന്നു. ഇനി സമ്മിശ്രനാഡി. തലച്ചോറ്, സുഷുമ്ന എന്നിവയിലേക്കും തിരിച്ചും സന്ദേശങ്ങളുടെ വിനിമയം സാധ്യമാക്കുന്നതാണ് സമ്മിശ്രനാഡി. സമ്മിശ്രനാഡി എന്ന് പറയുമ്പോൾ രണ്ടും വരും. സംവേദനാഡീ തന്തുക്കളും പ്രേരകനാഡീ തന്തുക്കളും ചേർന്നുണ്ടാകുന്നതാണ് സമ്മിശ്രനാഡി. തലച്ചോറിലും സുഷുമ്നയിലേക്കും സന്ദേശങ്ങൾ നൽകുന്നു. തിരിച്ച് അവിടെ നിന്ന് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കുമുള്ള വിനിമയം സാധ്യമാക്കുന്നു. നാഡീവ്യവസ്ഥയ്ക്ക് കേന്ദ്ര നാഡീവ്യവസ്ഥ എന്നും പെരിഫറൽ നാഡീവ്യവസ്ഥ എന്നിങ്ങനെ 2 ഭാഗങ്ങളാണുണ്ട്. അപ്പം നാഡീവ്യവസ്ഥ 2ആണ്. കേന്ദ്ര നാഡീവ്യവസ്ഥ, പെരിഫറൽ നാഡീവ്യവസ്ഥ, ഇങ്ങനെ 2ആയിട്ട് തിരിച്ചിരിക്കുന്നു. അതിൽ കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ വരുന്നതാണ് മസ്തിഷ്കവും സുഷുമ്നയും. കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ വരുന്നതാണ് മസ്തിഷ്കം, സുഷുമ്ന. പെരിഫറൽ നാഡീവ്യവസ്ഥയിൽ വരുന്നതാണ് ശിരോനാഡികൾ, സുഷുമ്നാ നാഡികൾ. പെരിഫറൽ നാഡീവ്യവസ്ഥയിൽ വരുന്നത് എന്തൊക്കെയാണ്? ശിരോനാഡികളും സുഷുമ്നാ നാഡികളും. ശിരോനാഡികൾ 12 ജോഡി, സുഷുമ്നാ നാഡികൾ 31. ഇനി മസ്തിഷ്കത്തെക്കുറിച്ച് പഠിക്കാം. ഇമ്പോർട്ടൻ്റ് ആണ് ഇനിയുള്ള പോയിന്റ്സ്. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം. എന്താണ്? നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം.
തലയോടിനുള്ളിലാണ് മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ തലയോടിനുള്ളിലാണ് മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് 3 സ്തരപാളികളുള്ള മെനിഞ്ചസ് എന്ന ആവരണമുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞുള്ള 3 സ്തരപാളി അല്ലെങ്കിൽ മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന 3 സ്തരപാളികളാണ് എന്ത്? മെനിഞ്ചസ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മെനിഞ്ചസിൻ്റെ ആന്തര പാളികൾക്കിടയിൽ മസ്തിഷ്ക അറകളിലും സെറിബ്രോസ്പൈനൽ ദ്രവം നിറഞ്ഞിരിക്കുന്നു. സെറിബ്രോസ്പൈനൽ ദ്രവത്തിൻ്റെ ഉള്ളിലാണ് എന്ത്? നമ്മുടെ മസ്തിഷ്കം. അപ്പം ഈ മെനിഞ്ചസിൻ്റെ ആന്തരപാളികൾക്കിടയിലും മസ്തിഷ്ക അറകളിലും എന്തുണ്ട്? സെറിബ്രോസ്പൈനൽ ദ്രവം കാണപ്പെടുന്നു. രക്തത്തിൽ നിന്നും രൂപപ്പെടുന്ന സെറിബ്രോസ്പൈനൽ ദ്രവം തിരികെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. അപ്പം രക്തത്തിൽ നിന്ന് രൂപപ്പെടുന്ന സെറിബ്രോസ്പൈനൽ ദ്രവം എവിടെ നിന്നാണ് രൂപപ്പെടുന്നത്? രക്തത്തിൽ നിന്ന് രൂപപ്പെടുന്നു. ഇത് തിരികെ എങ്ങോട്ട് തന്നെ ആഗിരണം ചെയ്യപ്പെടുന്നു? നമ്മുടെ രക്തത്തിലേക്ക് തന്നെ ആഗിരണം ചെയ്യപ്പെടുന്നു. മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുക, മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുക, മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുക തുടങ്ങിയവയാണ് സെറിബ്രോസ്പൈനൽ ദ്രവത്തിൻ്റെ ധർമ്മങ്ങൾ. ജീവൽ പ്രവർത്തനങ്ങളെ എല്ലാം നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് മസ്തിഷ്കത്തിൻ്റെ വിവിധ ഭാഗങ്ങളാണ്. ജീവൽ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് മസ്തിഷ്കത്തിൻ്റെ വിവിധ ഭാഗങ്ങളാണ്. ഓക്കെ, മസ്തിഷ്കത്തിൻ്റെ ഘടനയും ധർമ്മവും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എല്ലാ PSC പരീക്ഷകൾക്കും ബയോളജിയുടെ ഭാഗത്തു നിന്നും ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. സെറിബ്രം, സെറിബെല്ലം, തലാമസ്, ഹൈപ്പോതലാമസ്, മെഡില ഒബ്ലാങ്കേറ്റ, ഇവയെക്കുറിച്ചൊന്നും ക്വസ്റ്റ്യൻ ഇല്ലാതെ ഒരു PSC ക്വസ്റ്റ്യൻ പേപ്പർ പോലും കാണില്ല. അപ്പോൾ ആദ്യം നമുക്ക് സെറിബ്രത്തെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ഏതാണ്? ഞാൻ ചോദിക്കും, നിങ്ങൾ ഉത്തരം പറഞ്ഞേ. മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? സെറിബ്രമാണ് മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം. ഈ സെറിബ്രം എങ്ങനെ കാണപ്പെടുന്നു? ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്നു. സെറിബ്രം എങ്ങനെയാണ്? കണ്ടോ, ഈ കാണുന്ന ഭാഗമാണ് സെറിബ്രം. ഇവിടെ എങ്ങനെയാ നോക്കിക്കേ, ധാരാളം ചുളിവുകൾ അല്ലേ, ചുളുങ്ങിക്കൂടി പിന്നെന്താ, മടക്കുകളും ഇവിടെ കാണപ്പെടുന്നു. ചുളിവുകളും മടക്കുകളും നിറഞ്ഞ ഭാഗമാണ് സെറിബ്രം എന്ന് പറയുന്നത്. സെറിബ്രത്തിൻ്റെ ചാരനിറമുള്ള പുറം ഭാഗത്തെ കോർട്ടക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മെഡുല്ല എന്നും വിളിക്കുന്നു. സെറിബ്രത്തിൻ്റെ ചാരനിറമുള്ള പുറം ഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കും? കോർട്ടക്സ് എന്ന് വിളിക്കും. പിന്നെ വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെയോ മെഡുല്ല എന്ന് വിളിക്കുന്നു. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രമാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഓർത്ത് വെച്ചോണം. ചിന്ത, ബുദ്ധി, ഓർമ്മ. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രം. അതുപോലെ തന്നെ ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്നു, ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാകുന്ന മസ്തിഷ്ക ഭാഗം ഏതാ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? സെറിബ്രം. ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്ന ഭാഗം ഏതാണ്? മസ്തിഷ്ക ഭാഗം സെറിബ്രം. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് സെറിബ്രത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ഒന്നിച്ച് പറയാം. മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. അതുപോലെ തന്നെ ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്ന ഭാഗമാണ് മസ്തിഷ്കത്തിൻ്റെ. പിന്നെന്താണ്? ചാരനിറമുള്ള പുറം ഭാഗത്തിനെ നമ്മൾ കോർട്ടക്സ് എന്നും വെള്ള നിറമുള്ള ഉൾഭാഗത്തിനെ മെഡുല എന്നും പറയുന്നു. ചിന്താബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രമാണ് സെറിബ്രം. ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം. സെറിബ്രത്തിനെ കുറിച്ച് പഠിച്ചോ എല്ലാവരും? ഇമ്പോർട്ടൻ്റ് ആണ് സെറിബ്രം, ഓർത്തിരുന്നോണം കേട്ടോ. അടുത്തത് തലാമസ്. എന്താണ് തലാമസ്? സെറിബ്രത്തിന് താഴെയായി കാണപ്പെടുന്നു അല്ലേ. അപ്പോൾ തലാമസ് എവിടെ കാണുന്നു? സെറിബ്രത്തിന് താഴെ. ഇതെല്ലാം സെറിബ്രം. ഈ സെറിബ്രത്തിന് താഴെ കാണപ്പെടുന്ന ഭാഗമാണ് തലാമസ് എന്ന് പറയുന്നത്. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രമാണ് തലാമസ്. സെറിബ്രത്തിൽ നിന്നും പുറത്തേക്കുമുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രമാണ് എന്ത്? തലാമസ്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുക എന്നതാണ് തലാമസിൻ്റെ ധർമ്മം. എന്താണ് തലാമസിൻ്റെ ധർമ്മം? ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ചു. ഇനി പ്രാധാന്യമുള്ളവയെ എന്ത് ചെയ്യും? സെറിബ്രത്തിലേക്ക് അയക്കുന്നു. ബാക്കിയുള്ളവയെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയും തലാമസ്. അതുപോലെ അടുത്തതാണ് സെറിബെല്ലം.
മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. സെറിബെല്ലം എന്ന് പറയുന്നത് മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ്. അപ്പോൾ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? അത് സെറിബ്രമാണ് അല്ലേ. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായിട്ടാണ് സെറിബെല്ലം കാണപ്പെടുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സെറിബ്രത്തിന് താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലം. കണ്ടല്ലോ അല്ലേ പിക്ചറിൽ നിങ്ങൾ സെറിബെല്ലം. ചുളിവുകളും ചാലുകളും കാണപ്പെടുന്ന ഭാഗമാണ് സെറിബെല്ലം. സെറിബെല്ലത്തിൽ എന്തുണ്ട്? ചുളിവുകളും ചാലുകളും. സെറിബ്രത്തിലാണെങ്കിലോ ചുളിവുകളും മടക്കുകളുമുണ്ട്. സെറിബെല്ലത്തിൽ ചുളിവുകളും ചാലുകളും കാണപ്പെടുന്നു. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലനനില പാലിക്കുന്നു. PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലനനില പാലിക്കുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം സെറിബെല്ലം. ഓക്കെ, ഇപ്പോൾ സെറിബ്രം സെറിബെല്ലം ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, എപ്പോഴും ചോദിക്കുന്നത്. അടുത്തതാണ് മെഡുല ഒബ്ലാങ്കേറ്റ. സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണുന്നു. സെറിബ്രത്തിൻ്റെ താഴെയാണ് സെറിബെല്ലത്തിനോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന ഭാഗമാണ് മെഡുല ഒബ്ലാങ്കേറ്റ. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈശ്ചിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലാങ്കേറ്റ. അപ്പം നമ്മൾ നോക്കിക്കേ, ഐശ്ചിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സെറിബ്രവും അനൈശ്ചിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലാങ്കേറ്റയുമാണ്. ഇമ്പോർട്ടൻ്റ് ആണ് ഈ 2 ക്വസ്റ്റ്യൻസും. ഐശ്ചിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് എന്താണ്? അത് സെറിബ്രം. അനൈശ്ചിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം ഏതാണ്? അത് മെഡുല ഒബ്ലാങ്കേറ്റയാണ്. നമ്മുടെ ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നിവയൊക്കെ നിയന്ത്രിക്കുന്നത് ഈ മെഡുല ഒബ്ലാങ്കേറ്റയാണ്. അടുത്തതാണ് ഹൈപ്പോതലാമസ്. തലാമസിന് തൊട്ട് താഴെ കാണുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ്. കണ്ടല്ലോ പിക്ചറിൽ. ആന്തര സമസ്ഥിതി പാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ ക്വസ്റ്റ്യനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് PSC. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണത്? ഹൈപ്പോതലാമസ് ആണ്. ഓക്കെ, എന്താണ് സുഷുപ്ന? മെഡുല ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായ ഭാഗമാണ് സുഷുപ്ന. സുഷുപ്ന എന്താണ്? മെഡുല ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായ ഭാഗമാണ് സുഷുപ്ന. സുഷുപ്ന നട്ടെല്ലിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. മസ്തിഷ്കത്തെ പോലെ സുഷുപ്നയും മെനിഞ്ചസ് കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നു. സുഷുപ്നയുടെ ഉള്ളിലെ സെൻട്രൽ കനാൽ എന്ന ചാലിലും സെറിബ്രോസ്പൈനൽ ദ്രവമുണ്ട്. സുഷുപ്നയുടെ ബാഹ്യഭാഗത്ത് വൈറ്റ് മാറ്ററും ആന്തരഭാഗത്ത് ഗ്രേ മാറ്ററുമാണ് കാണപ്പെടുന്നത്. സുഷുപ്നയിൽ നിന്നും 31 ജോഡി സുഷുപ്ന നാഡികൾ പുറപ്പെടുന്നു. ഓരോ സുഷുപ്ന നാഡിയും ടോർസൽ റൂട്ട്, വെൻട്രൽ റൂട്ട് എന്നിവ ചേർന്നുണ്ടാകുന്നു. സംവേദ ആവേഗങ്ങളെ ടോർസൽ റൂട്ടിലൂടെ സുഷുപ്നയിലേക്കും പ്രേരക ആവേഗങ്ങൾ വെൻട്രൽ റൂട്ടിലൂടെ പുറത്തേക്കും പ്രവഹിക്കുന്നു. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്കും തിരിച്ചും പ്രേഷണം ചെയ്യുന്നത് നടത്തം, ഓട്ടം എന്നീ പ്രവർത്തനങ്ങളിൽ ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്നതും സുഷുപ്നയാണ്. സുഷുപ്നയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുക. ഇനി നട്ടെല്ലിനുള്ളിലെ സുഷുപ്ന. നവജാത ശിശുവിൻ്റെ സുഷുപ്ന നട്ടെല്ലിൻ്റെ താഴെ അഗ്രം വരെ നീണ്ടു കിടക്കുന്നു. എന്നാൽ മുതിർന്നവരുടേത് നട്ടെല്ലിൻ്റെ മധ്യഭാഗം വരെ മാത്രമേ ഉള്ളൂ. കാരണം നട്ടെല്ല് വളരുന്നതിനനുസൃതമായി സുഷുപ്ന വളരുന്നില്ല. അതുകൊണ്ട് തന്നെ നവജാത ശിശുക്കളിൽ സുഷുപ്നയുടെ നീളം നട്ടെല്ലിൻ്റെ താഴെ അഗ്രം വരെയും മുതിർന്നവരുടേത് നട്ടെല്ലിൻ്റെ മധ്യഭാഗം വരെ മാത്രമേ വളരൂ. കാരണം നട്ടെല്ല് വളരുന്നതനുസരിച്ച് സുഷുപ്ന വളരുന്നില്ല. ഇനി വിവിധ പ്രതികരണങ്ങൾ. നമ്മുടെ ഇച്ഛാനുസരണമല്ലാതെ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണങ്ങളാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ. അല്ലേ, നമ്മൾ ചിലപ്പോൾ ആഗ്രഹിക്കാതെ തന്നെ നമ്മുടെ ശരീരം പ്രതികരിക്കും. അതിനെയാണ് എന്ത് പറയുന്നത്? റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ. ഇത് നമ്മൾ ബോധപൂർവം ചെയ്യുന്നതല്ല. അപ്പോൾ റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാത എങ്ങനെയാണ് ചോദിക്കുന്നത്? ഗ്രാഹികൾ ആവേഗങ്ങൾ രൂപപ്പെടുത്തുന്നു. അല്ലേ, നമ്മുടെ ഇപ്പോൾ വിരലിൻ്റെ അറ്റത്തൊരു ഒന്ന് നമ്മൾ തീയിൽ തൊട്ടു, അല്ലെങ്കിൽ നമ്മുടെ അറ്റത്ത് അറിയാതെ ഒരു മുള്ളു കൊണ്ടു. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ആവേഗങ്ങൾ സുഷുപ്നയിലേക്ക് പെട്ടെന്ന് സംവേദനാഡി എത്തിക്കുന്നു. അവിടെ ഇന്റർ ന്യൂറോണുകളുടെ പ്രവർത്തനം നടക്കുന്നു. സംവേദനാഡിയെയും പ്രേരകനാഡിയെയും ബന്ധിപ്പിക്കുന്ന നാഡീകോശം സംവേദ ആവേഗങ്ങൾക്കനുസൃതമായി വേഗത്തിലുള്ള പ്രതികരണങ്ങൾക്ക് നിർദ്ദേശം രൂപപ്പെടുത്തുന്നു. പ്രേരകനാഡി എന്ത് ചെയ്യുന്നു? സുഷുപ്നയിൽ നിന്നുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട പേശിയിലേക്ക് കൊണ്ടുപോകുന്നു. ബന്ധപ്പെട്ട പേശികളുടെ പ്രവണത്താൽ നമ്മൾ കൈവലിക്കുന്നു. അല്ലേ, അപ്പോൾ നമ്മളിപ്പോൾ തീയുടെ അടുത്തേക്ക് കൊണ്ടുപോയി ചൂട് വന്നു, പെട്ടെന്ന് നമ്മൾ കൈവലിക്കുന്നു. ഇതൊക്കെ ഇതിന് ഉദാഹരണമാണ്. റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാതയാണ് റിഫ്ലക്സ് ആർക്ക്. അപ്പോൾ നമ്മൾ ഈ റിഫ്ലക്സ്
പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാതയെ റിഫ്ലക്സ് ആർക്ക് എന്ന് വിളിക്കുന്നു. പ്രധാനമായും സുഷുപ്നയാണ് റിഫ്ലക്സ് പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായി വർദ്ധിക്കുന്നത്. ഇത്തരം റിഫ്ലക്സുകളാണ് സ്പൈനൽ റിഫ്ലക്സുകൾ. എന്നാൽ എല്ലാ റിഫ്ലക്സുകളും സുഷുപ്നയുടെ നിയന്ത്രണത്തിലല്ല. കണ്ണിൽ പെട്ടെന്ന് പ്രകാശം പതിക്കുമ്പോഴോ ഏതെങ്കിലും വസ്തുക്കൾ കണ്ണിനു നേരെ വരുമ്പോഴോ നാം കണ്ണു ചിമ്മാറുണ്ട്. ഇതും ഒരു റിഫ്ലക്സ് പ്രവർത്തനം തന്നെയാണ്. സെറിബ്രത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഇത്തരം റിഫ്ലക്സുകളാണ് സെറിബ്രൽ റിഫ്ലക്സ് എന്ന് പറയപ്പെടുന്നത്. ഇനി മദ്യവും റിഫ്ലക്സും. മദ്യം മസ്തിഷ്കത്തിലെ ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ് എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നു. മസ്തിഷ്ക പ്രവർത്തനം മന്ദീഭവിപ്പിക്കുന്ന ഈ നാഡീയ പ്രേഷകത്തിൻ്റെ ഉയർന്ന അളവ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നതിനും ഉചിതമായ തീരുമാനങ്ങൾ ഉചിത സമയത്ത് കൈക്കൊള്ളുന്നതിനും തടസ്സമാകുന്നു. ഇനി സ്വതന്ത്ര നാഡീവ്യവസ്ഥ. ബോധതലത്തിനും വെളിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗമായ സ്വതന്ത്ര നാഡീവ്യവസ്ഥയാണ്. സിമ്പത്തറ്റിക് വ്യവസ്ഥയും പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയും ചേർന്നതാണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ. സിമ്പത്തറ്റിക് വ്യവസ്ഥ എന്താണ്? കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുന്നു, അതായത് പെട്ടെന്ന് നമ്മളിലുണ്ടാകുന്ന മാറ്റമാണ്. ഉമിനീർ ഉൽപ്പാദനം കുറയുന്നു. ഇപ്പോൾ നമ്മൾക്ക് പേടിക്കുമ്പം നമ്മുടെ ശ്വാസനാളം വികസിക്കുന്നു, ഹൃദയമിടിപ്പ് കൂടുന്നു, ആമാശയ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നു, ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കുന്നു, കുടലിലെ പെരിസ്റ്റാൾസിസ് മന്ദീഭവിക്കുന്നു, മൂത്രാശയം പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു, ഹോർമോൺ ഉൽപ്പാദനം കൂടുന്നു. ഇനി പാരാസിമ്പത്തറ്റിക്കിലാണെങ്കിലോ കണ്ണിലെ പ്യൂപ്പിൾ ചുരുങ്ങുന്നു, ഉമിനീർ ഉൽപ്പാദനം കൂടുന്നു, ശ്വാസനാളം സങ്കോചിക്കുന്നു, ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാകുന്നു, ആമാശയ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാകുന്നു, ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു, ഹോർമോൺ ഉൽപ്പാദനം കുറയുന്നു, കുടലിലെ പെരിസ്റ്റാൾസിസ് സാധാരണ നിലയിലാകുന്നു, മൂത്രാശയം ചുരുങ്ങുന്നു. അപ്പം ഇതാണ് സിമ്പത്തറ്റിക് വ്യവസ്ഥയും പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഈ സ്വതന്ത്ര നാഡീവ്യവസ്ഥയെ രണ്ടാക്കുന്നു, സിമ്പത്തറ്റിക് വ്യവസ്ഥയെന്നും പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയെന്നും. അവ തമ്മിലുള്ള വ്യത്യാസമാണ് ഈ ടേബിളിലൂടെ നമ്മൾ പഠിച്ചത്. നാഡീവ്യവസ്ഥയും തകരാറുകളും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ആരോഗ്യപൂർണ്ണമായ നാഡീവ്യവസ്ഥയാണ് ശരിയായ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനം. നാഡീവ്യവസ്ഥയിലെ ചെറിയ തകരാറുകൾ പോലും ഗൗരവമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. ഉദാഹരണമാണ് പേവിഷബാധ. എന്താണ് അൽഷിമേഴ്സ് രോഗത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. തന്നിരിക്കുന്നത് രോഗവും അതിൻ്റെ കാരണവും ആ രോഗത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചുമാണ്. അൽഷിമേഴ്സ് മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ ആലേയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നു, ന്യൂറോണുകൾ നശിക്കുന്നു ഇതിൻ്റെ ഫലമായിട്ട്. അപ്പോൾ അൽഷിമേഴ്സ് രോഗത്തിന് കാരണം എന്താണ്? മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ ആലയമായിരിക്കുന്ന ഒരുതരം പ്രോട്ടീൻ, അതായത് മസ്തിഷ്കത്തിൻ്റെ നാഡീകലകളിലെ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുകയും ഇത് ന്യൂറോണുകളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ലക്ഷണം എന്താണ്? കേവല ഓർമ്മകൾ പോലും ഇല്ലാതാകുന്നു. അൽഷിമേഴ്സ് ബാധിച്ചവർക്ക് അവരുടെ വളരെ ചെറിയ ഓർമ്മകൾ പോലും ഇല്ലാതാകുകയും കൂട്ടുകാരെയും ബന്ധുക്കളെയും തിരിച്ചറിയാൻ കഴിയാതെ വരികയും ദിനചര്യകൾ പോലും ചെയ്യാൻ കഴിയാതെ വരികയും. മോഹൻലാലിൻ്റെ തന്മാത്ര സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അൽഷിമേഴ്സ് പേഷ്യൻറ്റിൻ്റെ അവസ്ഥകൾ, അല്ലേ? ഇനി പാർക്കിൻസൺസ്. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം മൂലമാണ് പാർക്കിൻസൺസ് രോഗം ഉണ്ടാകുന്നത്. തലച്ചോറിൽ ഡോപ്പാമിൻ എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നു. ശരീര തുലനനില നഷ്ടപ്പെടുകയും പേശികളുടെ ക്രമരഹിതമായ ചലനവും ശരീരത്തിന് വിറയൽ, വായിൽ നിന്നും ഉമിനീർ ഒഴുകുക, ഇവയൊക്കെയാണ് പാർക്കിൻസൺസിൻ്റെ ലക്ഷണങ്ങൾ. അതായത് നമ്മുടെ ശരീരം നമ്മുടെ കൺട്രോളിൽ അല്ലാതെയാകുന്ന അവസ്ഥയാണ് പാർക്കിൻസൺസ്. ഇനി അപസ്മാരം. തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നതാണ് അപസ്മാരത്തിന് കാരണം. തുടരെയുള്ള പേശി സങ്കോചം മൂലമുള്ള സന്നി, വായിൽ നിന്ന് നുരയും പതയും വരിക, പല്ല് കടിച്ചു പിടിക്കുക, തുടർന്ന് രോഗി അബോധാവസ്ഥയിലാകുക, ഇവയൊക്കെയാണ് അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങൾ. ഇനി ജീവശാസ്ത്ര പഠനങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഒരു ബോക്സാണ്. തലയോട്ടിയെക്കുറിച്ചുള്ള പഠനമാണ് ക്രേനിയോളജി. തലച്ചോറിനെക്കുറിച്ചുള്ള പഠനമാണ് ഫ്രിനോളജി. അസ്ഥികളെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി. ദന്തക്രമീകരണങ്ങളെക്കുറിച്ചുള്ള പഠനം ഓർത്തോഡെൻറ്റോളജി. മൂക്കിനെക്കുറിച്ചുള്ള പഠനം റൈനോളജി. മുടിയെക്കുറിച്ചുള്ള പഠനം ട്രൈക്കോളജി. അന്തസ്രാവി ഗ്രന്ഥികളെക്കുറിച്ചുള്ള പഠനം എൻഡോക്രൈനോളജി. ഭ്രൂണങ്ങളെക്കുറിച്ചുള്ള പഠനം എംബ്രിയോളജി. ഗ്രന്ഥികളെക്കുറിച്ചുള്ള പഠനം അഡിനോളജി. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം കാർഡിയോളജി. ഓക്കെ,
അപ്പം നമ്മൾ ഒന്നാമത്തെ പാഠം പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. 10ാം ക്ലാസ്സിൻ്റെ ബയോളജിയിലെ ഒന്നാമത്തെ പാഠത്തിൻ്റെ ചുരുക്കരൂപമാണ് നമ്മൾ പഠിച്ചത്. ഈ ബോക്സൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം നിങ്ങളൊന്ന് നല്ലതുപോലെ പഠിക്കണം. ഈ ബോക്സ് എന്തായാലും പഠിക്കണം. പിന്നെ സെറിബ്രം, സെറിബെല്ലം, തലാമസ, മെഡുല ഒബ്ലോങ്കേറ്റ അതൊക്കെ പഠിക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോകാം. അടുത്ത പാഠമാണ് അറിവിൻ്റെ വാതായനങ്ങൾ. ജ്ഞാനേന്ദ്രിയങ്ങളിലെ ഗ്രാഹികളുടെ എണ്ണം ഓരോ ജീവിയിലും വ്യത്യസ്തമായിരിക്കും. മനുഷ്യൻ്റെ മൂക്കിലെ ഗന്ധഗ്രാഹി കോശങ്ങൾ നിരത്തി വയ്ക്കാൻ ഒരു പോസ്റ്റേജ് സ്റ്റാമ്പിൻ്റെ പ്രതലം മതിയാകുമെങ്കിലും ഒരു നായയുടെ ഗന്ധഗ്രാഹി കോശങ്ങൾ ക്രമീകരിക്കുന്നതിന് ഒരു തുവാല തന്നെ വേണ്ടിവരും. ഗ്രാഹികളുടെ എണ്ണം ഇന്ദ്രിയങ്ങളുടെ ക്ഷമതയെ സ്വാധീനിക്കുന്നുണ്ട്. ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളിൽ വ്യത്യസ്ത തരം ഗ്രാഹികളാണ് ഉള്ളത്. അപ്പം ജ്ഞാനേന്ദ്രിയങ്ങളും ഗ്രാഹികളും എന്ന ബോക്സ് ഒന്ന് നോക്കിക്കേ. കണ്ണിലെ ഗ്രാഹിയാണ് പ്രകാശഗ്രാഹി. ഉദ്ദീപനം എന്താണ്? പ്രകാശം ആണ് അതിൻ്റെ ഉദ്ദീപനമായി വരുന്നത്. ചെവി ശ്രവണഗ്രാഹി, ശബ്ദം ഉദ്ദീപനമായി വരുമ്പോൾ. നാക്ക് രാസഗ്രാഹി, രുചി ഉദ്ദീപനം. ത്വക്ക് സ്പർശഗ്രാഹി, സ്പർശനം, ചൂട്, തണുപ്പ്, വേദന, മർദ്ദം. മൂക്ക് ഗന്ധഗ്രാഹി, ഗന്ധം. കണ്ണ് ഇന്ദ്രിയാനുഭവങ്ങൾ രൂപപ്പെടുന്നതിൽ മസ്തിഷ്കത്തെ സഹായിക്കുന്ന പ്രധാന ഇന്ദ്രിയമാണ് കണ്ണ്. ഇന്ദ്രിയാനുഭവങ്ങൾ രൂപപ്പെടുന്നതിൽ നമ്മുടെ മസ്തിഷ്കത്തെ സഹായിക്കുന്ന ഏറ്റവും പ്രധാന ഇന്ദ്രിയമാണ് കണ്ണ്. നേത്രകോടാരം തലയോട്ടിയിലെ കുഴികളിലാണ് നേത്രകോടാരം സ്ഥിതി ചെയ്യുന്നത്. ഇനി ബാഹ്യ കൺപേശികൾ കണ്ണുകളെ നേത്രകോടാരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നു. പുരികമോ വിയർപ്പും വെള്ളവും മറ്റും കണ്ണുകളിൽ വീഴുന്നത് തടയുന്നത് പുരികമാണ്. കൺപീലുകൾ പൊടിപടലങ്ങളിൽ നിന്നും കണ്ണിനെ സംരക്ഷിക്കുന്നു. കൺപോളകളോ ബാഹ്യക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. കൺജക്റ്റൈവ ഉൽപ്പാദിപ്പിക്കുന്ന ശ്ലേഷ്മം നേത്രഗോളത്തിൻ്റെ മുൻഭാഗം വരണ്ടു പോകാതെ സംരക്ഷിക്കുന്നത് കൺജങ്ക്റ്റൈവയാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കൺജങ്ക്റ്റൈവ ഉൽപ്പാദിപ്പിക്കുന്ന ശ്ലേഷ്മം നേത്രഗോളത്തിൻ്റെ മുൻഭാഗം വരണ്ടു പോകാതെ സംരക്ഷിക്കുന്നു. ഓക്കെ, ഇനി കണ്ണുനീരോ നമുക്കെല്ലാം അറിയാം അല്ലേ. കണ്ണിൻ്റെ മുൻഭാഗത്തെ വൃത്തിയാക്കുകയും നനവുള്ളതാക്കി തീർക്കുകയും ചെയ്യുന്നു. കണ്ണുനീരിലടങ്ങിയ ലൈസോസോം എന്ന എൻസൈം രോഗാണുക്കളെ നശിപ്പിക്കുന്നു. കണ്ണിൻ്റെ ഘടനയുടെ പിക്ചറാണ് തന്നിട്ടുള്ളത്. ദൃഢപടലം, രക്തപടലം, റെറ്റിന കാണപ്പെടുന്നത് കണ്ടോ. പീതബിന്ദു, നേത്രനാടി, അന്ധബിന്ദു, ലെൻസ്, പ്യൂപ്പിള്, ഐറിസ്, കോർണിയ, കൺജങ്ക്റ്റൈവ ഇവയൊക്കെ കണ്ണിൻ്റെ ഭാഗങ്ങളാണ്. ഇനി കണ്ണിലെ പാളികളാണ് ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. ഇതിൽ ദൃഢപടലം കണ്ണിന് ദൃഢത നൽകുന്നു. വെളുത്ത നിറമുള്ള ബാഹ്യപാളി യോജക കലയാൽ നിർമ്മിതമാണ്. ഇതിൽ വരുന്നതാണ് കോർണിയയും കൺജങ്ക്റ്റൈവയും. അപ്പം ദൃഢപടലത്തിലാണ് കോർണിയ. ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗമാണ് പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ഇതാണ് കോർണിയ. ഇനി കൺജങ്ക്റ്റൈവ എന്താണ്? ദൃഢപടലത്തിൻ്റെ മുൻവശത്ത് കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലമാണ് കൺജങ്ക്റ്റൈവ. ഇനി എന്താണ് രക്തപടലം? ധാരാളം രക്തക്കുള്ളുകൾ കാണപ്പെടുന്ന മധ്യപാളി ഐറിസോ. കോർണിയയുടെ പിൻഭാഗത്തായി കാണുന്ന രക്തപടലത്തിൻ്റെ ഭാഗമാണ് ഐറിസ്. മെലാനിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ സാന്നിധ്യം ഇരുണ്ട നിറം നൽകുന്നു. ഇനി പ്യൂപ്പിൾ ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരം. പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് ഇതിൻ്റെ വലുപ്പം ക്രമീകരിക്കപ്പെടുന്നു. അടുത്തതാണ് ദൃഷ്ടിപടലം. പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി പീതബിന്ദു. റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം. പ്രതിബിംബത്തിന് ഏറ്റവും തെളിമയുള്ളതും ഇവിടെയാണ്. ഇനി അന്ധബിന്ദു റെറ്റിനയിൽ നിന്ന് നേത്രനാടി ആരംഭിക്കുന്ന ഭാഗം. ഇവിടെ പ്രകാശഗ്രാഹികൾ ഇല്ലാത്തതിനാൽ കാഴ്ച സാധ്യമാകില്ല. ഇനി ലെൻസ് എന്താണ്? സുതാര്യവും ഇലാസ്തികവുമായുള്ളതും കോൺവെക്സ് ലെൻസ്. സ്നായുക്കൾ എന്ന ചരടുകൾ വഴി സീലിയറി പേശികളുമായി ബന്ധിച്ചിരിക്കുന്നു. സുതാര്യവും ഇലാസ്തികതയുള്ളതുമായ കോൺവെക്സ് ലെൻസാണ് കണ്ണിൽ കാണപ്പെടുന്നത്. സ്നായുക്കൾ എന്ന ചരടുകൾ വഴി സീലിയറി പേശികളുമായി ലെൻസിനെ ബന്ധിപ്പിച്ചിരിക്കുന്നു. സീലിയറി പേശികൾ എന്താണ്? ലെൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള പേശികളാണ് സീലിയറി പേശികൾ. ഇവയുടെ സങ്കോചവും വിശ്രമാവസ്ഥ പ്രാപിക്കലും ലെൻസിന്റെ വക്രത ക്രമീകരിക്കുന്നു. നേത്രനാഡി എന്ന് വെച്ചാൽ എന്താണ്? പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നും ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് നേത്രനാഡി. കണ്ണിലെ ദ്രവങ്ങളാണ് അക്വസ് ദ്രവവും വിട്രിയസ് ദ്രവവും. എന്താണ് അക്വസ് ദ്രവം? കോർണിയയ്ക്കും ലെൻസിനും ഇടയിൽ അക്വസ് അറകളിൽ നിറഞ്ഞിരിക്കുന്ന ജലം പോലുള്ള ദ്രവമാണ് അക്വസ് ദ്രവം. എവിടെയാണ്? കോർണിയയ്ക്കും ലെൻസിനും ഇടയിൽ. ഓക്കെ,
അക്വസ് അറകളിൽ നിറഞ്ഞിരിക്കുന്ന ജലം പോലുള്ള ദ്രവം. ഇത് രക്തത്തിലേക്ക് തന്നെ പുനരാഗീരണം ചെയ്യപ്പെടുന്നു. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നത് അക്വസ് ദ്രവമാണ്. വിട്രിയസ് ദ്രവം. ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള വിട്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലുള്ള ദ്രാവകം കണ്ണിന്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നു. അപ്പോൾ വിട്രിയസ് ദ്രവം കാണുന്നത് ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലാണ്. ജെല്ല് പോലെ കാണപ്പെടുന്ന ഈ ഭാഗം കണ്ണിന്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നു. കണ്ണിലെ പ്രകാശ ക്രമീകരണം എങ്ങനെയാണ്? കൂടിയ അളവിൽ പ്രകാശം പ്രവേശിക്കുന്നത് കണ്ണിലെ കലകൾക്ക് ദോഷകരമാണ്. ഐറിസും അതിൻ്റെ മധ്യഭാഗത്തുള്ള പ്യൂപ്പിൾ എന്ന സുഷിരവും കണ്ണിലേക്ക് പതിക്കുന്ന പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു. മങ്ങിയ പ്രകാശത്തിൽ പ്യൂപ്പിളിനുണ്ടാകുന്ന മാറ്റവും തീവ്ര പ്രകാശത്തിൽ പ്യൂപ്പിളിനുണ്ടാകുന്ന മാറ്റവുമാണ് പിക്ചറിൽ തന്നിരിക്കുന്നത്. മങ്ങിയ പ്രകാശത്തിലോ റേഡിയൽ പേശികൾ സങ്കോചിക്കുന്നു. ഇനി തീവ്ര പ്രകാശത്തിലാണെങ്കിലോ വലയ പേശികൾ സങ്കോചിക്കുന്നു. ഐറിസിലെ വലയ പേശിയുടെയും റേഡിയൽ പേശിയുടെയും പ്രവർത്തനത്തിലൂടെയാണ് പ്യൂപ്പിളിന്റെ വലിപ്പം ക്രമീകരിക്കുന്നത്. മങ്ങിയ പ്രകാശത്തിൽ റേഡിയൽ പേശികൾ സങ്കോചിക്കുമ്പോൾ പ്യൂപ്പിൾ വികസിക്കുന്നു. തീവ്ര പ്രകാശത്തിൽ വലയ പേശികൾ സങ്കോചിക്കുമ്പോൾ പ്യൂപ്പിൾ ചുരുങ്ങുന്നു. അങ്ങനെ പ്രകാശ തീവ്രതയ്ക്ക് അനുസൃതമായി ലെൻസിലേക്കുള്ള പ്രകാശത്തിന്റെ അളവ് നിയന്ത്രിക്കപ്പെടുന്നു. പ്രതിബിംബം രൂപപ്പെടുന്നത് എങ്ങനെയാണ്? വസ്തുവിൽ നിന്നും പ്രതിഫലിച്ചു വരുന്ന പ്രകാശരശ്മികൾ റെറ്റിനയിൽ പതിക്കുന്നതിന് കോർണിയയുടെയും ലെൻസിന്റെയും വക്രത സഹായിക്കുന്നു. നമുക്ക് അടുത്തുള്ള വസ്തുവിനെയും അകലെയുള്ള വസ്തുവിനെയും വ്യക്തമായി കാണാനാകും. വസ്തുക്കളുടെ അകലത്തിനനുസരിച്ച് കണ്ണിലെ ലെൻസിന്റെ ഫോക്കൽ ദൂരം ക്രമീകരിക്കാൻ കഴിയുന്നതാണ് ഇതിന്റെ കാരണം. അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോഴും അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോഴുമുള്ള വ്യത്യാസങ്ങൾ ഇവിടെ ബോക്സിൽ തന്നിട്ടുണ്ട്. അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ സീലിയറി പേശികൾ സങ്കോചിക്കുന്നു. അകലെയുള്ളതാണെങ്കിലോ സീലിയറി പേശികൾ വിശ്രാമാവസ്ഥയിലാകുന്നു. അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ സ്നായുക്കൾ അയയുന്നു. അകലെയുള്ളതാണെങ്കിൽ സ്നായുക്കൾ വലിയുന്നു. അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ ലെൻസിന്റെ വക്രത കൂടുന്നു. അകലെയാണെങ്കിൽ ലെൻസിന്റെ വക്രത കുറയുന്നു. ഫോക്കൽ ദൂരം അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ കുറയുന്നു. എന്നാൽ ഫോക്കൽ ദൂരം അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ കൂടുന്നു. കണ്ണിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്തി ഫോക്കൽ ദൂരം ക്രമീകരിച്ച് പ്രതിബിംബത്തെ റെറ്റിനയിൽ തന്നെ രൂപപ്പെടുത്താനുള്ള കണ്ണിന്റെ കഴിവിനെയാണ് സമജ്ഞനാക്ഷമത എന്ന് പറയുന്നത്. എന്താണ് സമജ്ഞനാക്ഷമത? കണ്ണിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്തി അതിൻ്റെ ഫോക്കൽ ദൂരം ക്രമീകരിച്ച് പ്രതിബിംബത്തെ റെറ്റിനയിൽ തന്നെ രൂപപ്പെടുത്തുന്നതിനുള്ള കണ്ണിന്റെ കഴിവിനെ ആണ് സമജ്ഞനാക്ഷമത എന്ന് പറയുന്നത്. റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങളുണ്ട്. റോഡ് കോശങ്ങൾ, കോൺ കോശങ്ങൾ എന്നിവയാണ് റെറ്റിനയിലെ പ്രകാശഗ്രാഹി കോശങ്ങൾ. റോഡ് കോശങ്ങൾ കോൺ കോശങ്ങളെക്കാൾ എണ്ണത്തിൽ കൂടുതലുണ്ട്. റോഡ് കോശങ്ങളിൽ റെഡോപ്സിൻ എന്ന കാഴ്ചാവർണ്ണകം ഉണ്ട്. ഇത് ഓപ്സിൻ എന്ന പ്രോട്ടീനും വിറ്റാമിൻ എയിൽ നിന്നുണ്ടാകുന്ന റെറ്റിനാൽ എന്ന പദാർത്ഥവും ചേർന്നാണ് ഉണ്ടാകുന്നത്. മങ്ങിയ പ്രകാശത്തിൽ പോലും ഉദ്ദീപിക്കപ്പെടുന്നതിനാൽ വസ്തുക്കളെ മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ ഇവ സഹായിക്കുന്നു. ഇവയ്ക്ക് നിറങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവില്ല. ഇനി കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് ഫോട്ടോപ്സിൻ എന്ന കാഴ്ചാവർണ്ണകമാണ്. ഇതിനെ അയഡോപ്സിൻ എന്നും വിളിക്കാറുണ്ട്. ഇത് ഓപ്സിൻ, റെറ്റിനാൽ എന്നീ ഘടകങ്ങൾ ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത്. പ്രകാശത്തിലെ ചുവപ്പ്, പച്ച, നീല എന്നീ വർണ്ണങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന 3 തരം കോൺ കോശങ്ങൾ നമ്മുടെ കണ്ണിലുണ്ട്. ഓപ്സിൻ തന്മാത്രയിൽ അമിനോ ആസിഡുകൾ വ്യത്യസ്തമായതാണ് ഈ വൈവിധ്യത്തിന് കാരണമാകുന്നത്. കോൺ കോശങ്ങളുടെ പ്രവർത്തനമാണ് നമുക്ക് വർണ്ണക്കാഴ്ച സാധ്യമാകുന്നത്. അപ്പോൾ വർണ്ണക്കാഴ്ച സാധ്യമാകുന്നത് എന്താണ്? കോൺ കോശങ്ങളാണ്. അതുപോലെ തന്നെ പ്രകാശത്തിലെ ചുവപ്പ്, പച്ച, നീല എന്നീ വർണ്ണങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് എന്താണ്? കോൺ കോശങ്ങളാണ് കേട്ടോ. ഇനി റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും വ്യത്യസ്തമാണ്. റോഡ് കോശങ്ങളിലെ വർണ്ണകമാണ് റെഡോപ്സിൻ. കോൺ കോശങ്ങളിലാണെങ്കിൽ അത് ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ അയഡോപ്സിൻ എന്നറിയപ്പെടുന്നു. റോഡ് കോശത്തിൻ്റെ ആകൃതി ദണ്ഡാകൃതിയും കോൺ കോശത്തിൻ്റെ ആകൃതി കോണാകൃതിയുമാണ്. ഈ റോഡ് കോശത്തിൻ്റെ ധർമ്മമാണ് മങ്ങിയ വെളിച്ചത്തിലെ കാഴ്ച. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകുന്നത് റോഡ് കോശങ്ങളും ചുവപ്പ്, പച്ച, നീല എന്നീ വർണ്ണങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് കോൺ കോശങ്ങളുമാണ്. പ്രകാശഗ്രാഹി കോശങ്ങളിൽ ആവേഗങ്ങളുടെ രൂപപ്പെടൽ. റെഡോപ്സിൻ പ്രകാശത്തിന് കാണാൻ സാധിക്കുന്നത് റെറ്റിനാലും ഓപ്സിനും ചേർന്ന്. ഫോട്ടോപ്സിൻ ആണെങ്കിലോ റെറ്റിനാലും ഓപ്സിനും കൂടി ചേരുന്നു. പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഗ്രാഹി കോശങ്ങളിലെ വർണ്ണകങ്ങൾ വിഘടിക്കുന്നു.
ഈ രാസമാറ്റം ആവേഗങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കാരണമാകുന്നു. ആവേഗങ്ങൾ നേത്രനാഡിയിലൂടെ സെറിബ്രത്തിലെത്തുമ്പോഴാണ് കാഴ്ച എന്ന അനുഭവം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഗ്രാഹീകോശങ്ങളിൽ വർണ്ണകം വിഘടിക്കുന്നു, സ്പ്ലിറ്റ് ആകുന്നു. ഈ രാസമാറ്റം ആവേഗങ്ങൾ രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. ആവേഗങ്ങൾ നേത്രനാഡിയിലൂടെ സെറിബ്രത്തിലെത്തുമ്പോഴാണ് കാഴ്ച എന്ന അനുഭവം ഉണ്ടാകുന്നത്. അപ്പോൾ പ്രകാശം എങ്ങനെയാണ് പോകുന്നത്? പ്രകാശം കോർണിയയിലെത്തി പ്യൂപ്പിൾ വഴി ലെൻസ് റെറ്റിനയിലെ പ്രകാശകോശങ്ങളിൽ എത്തുന്നു. അതിൽ റെറ്റിനാലും ഓപ്സിനും ചേർന്ന് ആവേഗമാക്കി നേത്രനാഡിയിലെത്തിച്ച് സെറിബ്രത്തിലേക്ക് എത്തിക്കുമ്പോഴാണ് കാഴ്ച എന്ന അനുഭവം നമുക്ക് സാധ്യമാകുന്നത്. ഇനി ദ്വിനേത്ര ദർശനത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരേ വസ്തുവിൻ്റെ രണ്ട് ദിശയിൽ നിന്നുള്ള പ്രതിബിംബങ്ങളാണ് നമ്മുടെ ഓരോ കണ്ണിലും പതിക്കുന്നത്. ഈ രണ്ട് ദൃശ്യങ്ങളും മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തന ഫലമായി സംയോജിക്കുമ്പോഴാണ് നമുക്ക് വസ്തുവിൻ്റെ ത്രിമാന രൂപം അനുഭവപ്പെടുന്നത്. ഇതാണ് ദ്വിനേത്ര ദർശനം. എന്താണ് ദ്വിനേത്ര ദർശനം? ഒരേ വസ്തുവിൻ്റെ രണ്ട് ദിശയിൽ നിന്നുള്ള പ്രതിബിംബങ്ങൾ നമ്മുടെ ഓരോ കണ്ണിലും പതിക്കുന്നു. ഈ രണ്ട് ദൃശ്യങ്ങളും മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തന ഫലമായി സംയോജിക്കുമ്പോഴാണ് നമുക്ക് വസ്തുവിൻ്റെ ത്രിമാന രൂപം അനുഭവപ്പെടുന്നത്. ഇതാണ് ദ്വിനേത്ര ദർശനം. ഇനി നേത്രവൈകല്യ രോഗങ്ങൾ, കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങളാണ്. ഒന്നാമത്തേതാണ് നിശാന്തത. കാഴ്ചാവർണ്ണങ്ങളിൽ ഘടകമായ റെറ്റിനാൽ വിറ്റാമിൻ എയിൽ നിന്നും രൂപം കൊള്ളുന്നതാണ്. വൈറ്റമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ റെറ്റിനാലിൻ്റെ അളവ് കുറയുകയും റെഡോപ്സിൻ്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുകയും ചെയ്യും. ഈ അവസ്ഥയിൽ മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാതെ വരുന്ന ഈ രോഗം നിശാന്തത എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ വൈറ്റമിൻ എ, റെറ്റിനയിൽ വൈറ്റമിൻ എയിൽ നിന്നും രൂപം കൊള്ളുന്നതാണ് വൈറ്റമിൻ എയിൽ നിന്നാണ് റെറ്റിനാൽ രൂപം കൊള്ളുന്നത്. വൈറ്റമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ, അതായത് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോഴാണ് റെറ്റിനാലിൻ്റെ അളവ് കുറയുന്നത്. ഇത് റെഡോപ്സിൻ്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുന്നു. ഈ അവസ്ഥയിൽ മങ്ങിയ വെളിച്ചത്തിൽ നമുക്ക് വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. ഇതാണ് നിശാന്തത. ഇനി സിറോഫ്താൽമിയ, അതും വൈറ്റമിൻ. അപ്പോൾ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വൈറ്റമിൻ എ വേണമെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്നു. ഇത് സിറോഫ്താൽമിയ എന്ന അവസ്ഥയിലേക്ക് തുടർന്ന് അന്ധതയിലേക്കും നയിക്കുന്നു. ഇനി വർണ്ണാന്ധത. ചുവപ്പ്, പച്ച, നീല എന്നീ വർണ്ണങ്ങൾ തിരിച്ചറിയാനുള്ള കോൺകോശങ്ങൾ റെറ്റിനയിലുണ്ട്. കോൺകോശങ്ങളുടെ തകരാറ് മൂലം ചിലർക്ക് ചുവപ്പും പച്ചയും നിറങ്ങൾ വേർതിരിച്ചറിയാൻ കഴിയില്ല. ഈ രോഗാവസ്ഥയാണ് വർണ്ണാന്ധത. വർണ്ണാന്ധതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ, പൈലറ്റ് മുതലായ ജോലികൾക്കോ തിരഞ്ഞെടുക്കാറില്ല. ഇനി ഗ്ലോക്കോമ. കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന ദ്രവമാണ് അക്വസ് ദ്രവം. അക്വസ് ദ്രവത്തിൻ്റെ പുനരാഗീരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നു. റെറ്റിനയ്ക്ക് പ്രകാശഗ്രാഹി കോശങ്ങൾക്കും നാശമുണ്ടാക്കി അന്ധതയിലേക്ക് നയിക്കുന്ന ഈ രോഗം ഗ്ലോക്കോമ എന്നറിയപ്പെടുന്നു. ലേസർ ശസ്ത്രക്രിയയിലൂടെ ഈ അവസ്ഥ പരിഹരിക്കാവുന്നതാണ്. അപ്പോൾ കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന അക്വസ് ദ്രവമാണ്. ഈ അക്വസ് ദ്രവത്തിൻ്റെ പുനരാഗീരണം നടക്കാതെ വരുമ്പോൾ നമ്മുടെ കണ്ണിനുള്ളിലൊരു പ്രഷർ കൂടും. അപ്പോൾ റെറ്റിനയ്ക്കും പ്രകാശഗ്രാഹി കോശങ്ങൾക്കും നാശമുണ്ടാക്കി ഇത് അന്ധതയിലേക്ക് നയിക്കുന്നു. ഇതിനെയാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ഇനി എന്താണ് തിമിരം? കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നത് മൂലം കാഴ്ച നഷ്ടമാകുന്ന അവസ്ഥയാണിത്. ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ഇതിനുള്ള പരിഹാരം. നമുക്കറിയാം, തിമിരം നമുക്ക് എപ്പോഴും കേൾക്കുന്നതാണ്. ചെങ്കണ്ണ്. കൺജങ്ക്റ്റൈവ ബാധിക്കുന്ന അണുബാധയാണ് ഇതിന് കാരണം. കൺജങ്ക്റ്റൈവ എന്താണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? ബാക്ടീരിയ, വൈറസ് തുടങ്ങിയവയാണ് രോഗകാരികൾ. സ്പർശനത്തിലൂടെയും മറ്റുമാണ് ഈ രോഗം പകരുന്നത്. ശുചിത്വം പാലിക്കുന്നതിലൂടെ ഒരു പരിധിവരെ ഈ രോഗത്തെ തടയാവുന്നതാണ്. കണ്ണിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിനായി കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട്. സെൽഫോൺ, കമ്പ്യൂട്ടർ, ടാബ്ലറ്റ് തുടങ്ങിയ ഉപകരണങ്ങൾ തുടർച്ചയായി ഉപയോഗിക്കുന്ന മൂലം കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം. ഇത്തരം ഉപകരണങ്ങളുടെ സ്ഥിരമായ ഉപയോഗം ഫോക്കസ് ചെയ്യാനുള്ള കണ്ണിൻ്റെ കഴിവിനെ ബാധിക്കുന്നു. തലവേദനയാണ് ഇതിൻ്റെ മുഖ്യ ലക്ഷണം. കണ്ണ് വരളുക, അതായത് ഡ്രൈ ആവുക, കണ്ണിന് അമിത സമ്മർദ്ദം അനുഭവപ്പെടുക എന്നിവയും അനുബന്ധ ലക്ഷണങ്ങളാണ്. കണ്ണ് പഠിച്ചു. ഇനി നമ്മൾ ചെവിയെക്കുറിച്ചാണ് പഠിക്കുന്നത്. ചെവിയിൽ ശബ്ദഗ്രാഹികൾ ഉണ്ട്. കേൾവിക്ക് സഹായിക്കുന്നതിനൊപ്പം ശരീര തുലനനില പാലിക്കുന്നതിനും ചെവി സഹായിക്കുന്നു. ചെവിയുടെ ഘടനയാണ് ഇവിടെ പിക്ചറിൽ തന്നിരിക്കുന്നത്. ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. ബാഹ്യകർണത്തെക്കുറിച്ച് നോക്കാം. ചെവിക്കൂട ബാഹ്യകർണത്തിൻ്റെ ഭാഗമാണ്. ചെവിക്കൂട ശബ്ദതരങ്ങളിലെ കർണനാളത്തിലേക്ക് നയിക്കുന്നത് ചെവിക്കൂടയാണ്. ഇനി കർണനാളമോ?
ശബ്ദതരംഗങ്ങളെ കർണപടലത്തിലേക്ക് നയിക്കുന്നു. കർണനാളത്തിലെ രോമങ്ങൾ, കർണമെഴുക്ക് എന്നിവ പൊടിപടലങ്ങളും രോഗാണുക്കളും പ്രവേശിക്കുന്നത് തടയുന്നു. കർണപടം മധ്യകർണത്തെ ബാഹ്യകർണത്തിൽ നിന്നും വേർതിരിക്കുന്ന വൃത്താകൃതിയിലുള്ള നേർത്ത സ്ഥലമാണ് കർണപടം. ശബ്ദതരംഗങ്ങൾക്കനുസരിച്ച് കമ്പനം ചെയ്യുന്ന സ്ഥലമാണ് കർണപടം. ഇനി മധ്യകർണം എന്താണ് നോക്കിക്കേ. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് എന്നിവ കാണപ്പെടുന്നത് എവിടെയാണ്? മധ്യകർണത്തിലാണ്. അപ്പോൾ അസ്ഥിശൃംഖല കർണപടലത്തിൻ്റെ കമ്പനങ്ങളെ വർദ്ധിപ്പിച്ച് ആന്തരകർണത്തിലേക്ക് എത്തിക്കുന്നത് അസ്ഥിശൃംഖലയാണ്. യൂസ്റ്റേഷ്യൻ നാളി മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്നത് യൂസ്റ്റേഷ്യൻ നാളിയാണ്. കർണപടത്തിൻ്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കി കർണപടത്തെ സംരക്ഷിക്കുന്നത് ഈ യൂസ്റ്റേഷ്യൻ നാളിയാണ്. ഇനി ആന്തരകർണം, ഇൻറ്റേർണൽ ഇയർ. ആന്തരകർണം സ്ഥിതി ചെയ്യുന്നത് തലയോട്ടിയിലെ അസ്ഥി നിർമ്മിതമായ അറയ്ക്കുള്ളിലാണ്. ഈ അസ്ഥി അറയ്ക്കുള്ളിൽ സ്തരനിർമ്മിതമായ അറകളും ഉണ്ട്. സ്തര അറയ്ക്കുള്ളിൽ എൻഡോലിംഫ് എന്ന ദ്രവം സ്തര അറയ്ക്കും അസ്ഥി അറയ്ക്കുമിടയിൽ പെരിലിംഫ് എന്ന ദ്രവവും നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്തര അറയ്ക്കുള്ളിൽ എൻഡോലിംഫ് എന്ന ദ്രവവും സ്തര അറയ്ക്കും അസ്ഥി അറയ്ക്കുമിടയിൽ പെരിലിംഫ് എന്ന ദ്രവവും നിറഞ്ഞിരിക്കുന്നു. അർദ്ധവൃത്താകാര കുഴലുകൾ, വെസ്റ്റിബ്യൂൾ, കോക്ലിയ എന്നിവയാണ് ആന്തരകർണത്തിൻ്റെ മുഖ്യ ഭാഗങ്ങൾ. അർദ്ധവൃത്താകാര കുഴലുകളും വെസ്റ്റിബ്യൂളും ശരീരതുലനത പാലിക്കുന്നതിന് കോക്ലിയ കേൾവിക്കും സഹായിക്കുന്നു. ഇനി കേൾവി. കോക്ലിയയും ദ്രവചലനങ്ങളും. ഓവൽ വിൻഡോ എന്താണെന്ന് നമുക്ക് നോക്കാം. സ്റ്റേപ്പിസിനോട് ചേർന്നിരിക്കുന്ന സ്ഥലമാണ് ഓവൽ വിൻഡോ. അസ്ഥിശൃംഖലയിലെ കമ്പനം ആന്തരകർണത്തിലേക്ക് വ്യാപിപ്പിക്കുന്നത് ഓവൽ വിൻഡോയാണ്. റൗണ്ട് വിൻഡോ എന്താണ്? റൗണ്ട് വിൻഡോ ഇതൊക്കെ പിക്ചറും കൂടെ ഒന്ന് നിങ്ങൾ കണ്ടോണം കേട്ടോ. കോക്ലിയയ്ക്കകത്തുള്ള ദ്രവത്തിൻ്റെ ചലനത്തെ സഹായിക്കുന്നത് റൗണ്ട് വിൻഡോയാണ്. ഒച്ചിൻ്റെ തോട് പോലെ ചുരുണ്ടിരിക്കുന്ന കുഴലാണ് കോക്ലിയ. ഇതിന് 3 അറകളുണ്ട്. മധ്യ അറയെയും താഴത്തെ അറയെയും തമ്മിൽ വേർതിരിക്കുന്ന ബേസിലാർ സ്തരത്തിൽ കാണപ്പെടുന്ന സവിശേഷ രോമകോശങ്ങളാണ് ശബ്ദഗ്രാഹികളായി പ്രവർത്തിക്കുന്നത്. ബേസിലർ സ്തരവും രോമകോശങ്ങളും ചേർന്നതാണ് ഓർഗൻസ് ഓഫ് കോട്ടി എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഓർഗൻസ് ഓഫ് കോട്ടി? ഈ മധ്യ അറയെയും താഴ്ത്തി അറയും തമ്മിൽ വേർതിരിക്കുന്ന ബേസിലാർ സ്തരത്തിൽ കാണപ്പെടുന്ന സവിശേഷ രോമകോശങ്ങളാണ് ശബ്ദഗ്രാഹികളായി പ്രവർത്തിക്കുന്നത്. ബേസിലാർ സ്തരവും രോമകോശങ്ങളും ചേർന്നതാണ് ഓർഗൻസ് ഓഫ് കോട്ടി. ബാഹ്യകർണത്തിലൂടെ എത്തുന്ന ശബ്ദതരംഗങ്ങൾ കർണപടത്തെ ചലിപ്പിക്കുന്നു. കർണപടത്തിൻ്റെ ചലനം അസ്ഥിശൃംഖലയെ ചലിപ്പിക്കുന്നു. അസ്ഥിശൃംഖലയുടെ ചലനം ഓവൽ വിൻഡോയിലും സ്ഥലത്തെ ചലിപ്പിക്കുന്നു. അപ്പോൾ അസ്ഥിശൃംഖലയുടെ ചലനം ഓവൽ വിൻഡോയിലെ സ്ഥലത്തെ ചലിപ്പിക്കുന്നു. ഇത് കോക്ലിയയിലെ ദ്രവത്തിൻ്റെ ചലനത്തിനും കാരണമാകുന്നുണ്ട്. ഇതുമൂലം കോക്ലിയയിലെ ഓർഗൻസ് ഓഫ് കോട്ടിയിലെ രോമകോശങ്ങൾ ഉത്തേജിക്കപ്പെടുകയും ആവേഗങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ ആവേഗങ്ങൾ ശ്രവണനാഡി വഴി സെറിബ്രത്തിൽ എത്തി കേൾവി എന്ന അനുഭവം സാധ്യമാക്കുന്നു. അപ്പം ശബ്ദതരങ്ങൾ ആദ്യം നമ്മുടെ ചെവിക്കൂടയിലെത്തുന്നു. ചെവിക്കൂടയിൽ നിന്നും അത് കർണനാളം വഴി കർണപടത്തിലെത്തുന്നു. അവിടുന്ന് അസ്ഥിശൃംഖലയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഓവൽ വിൻഡോയിലും ഓവൽ വിൻഡോയ്ക്ക് ശേഷം കോക്ലിയയിലും പിന്നീട് രോമകോശങ്ങളിലൂടെ ആവേഗങ്ങളായി ശ്രവണനാഡി സെറിബ്രത്തിലേക്ക് എത്തിക്കുന്നു. അവിടെ നിന്നാണ് നമുക്ക് കേൾവി എന്ന അനുഭവം സാധ്യമാകുന്നത്. ചെവിയും ശരീരതുലനനില പാലനവും. ശരീരതുലനനില പാലിക്കുന്നതിനും തലയുടെ ചലനത്തെ ആസ്പദമാക്കിയാണ്. തലയുടെ ചലനങ്ങൾ ആന്തരകർണത്തിലെ വെസ്റ്റിബ്യൂളിലും അർദ്ധവൃത്താകാര കുഴലിലും ഉള്ള എൻഡോലിഫിൽ ചലനമുണ്ടാക്കുന്നു. ഇത് അവയിലെ രോമകോശങ്ങളെ ചലിപ്പിച്ച് ആവേഗങ്ങൾ ഉണ്ടാക്കുന്നു. ഈ ആവേഗങ്ങൾ വെസ്റ്റിബ്യുലാർ നാഡി വഴി സെറിബ്രത്തിലെത്തി ശരീരതുലനനില പാലിക്കുന്നു. ഇനി ശ്രവണ സഹായി. ചെവിയുടെ ഘടനാപരമായ തകരാറുകളോ രോഗങ്ങളോ ബധിരതയ്ക്ക് കാരണമാകാറുണ്ട്. ഇവ പരിഹരിക്കുന്നതിനുള്ള വിവിധ ചികിത്സാ മാർഗങ്ങളിൽ ശ്രവണ സഹായികളും ഉൾപ്പെടുന്നു. ചെവിക്ക് പിന്നിലോ ചെവിക്കുള്ളിലോ ഘടിപ്പിക്കുന്ന ചെറിയ ഇലക്ട്രോണിക് ഉപകരണമാണിത്. കേൾവി തകരാർ ഉള്ളവർക്ക് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ പ്രവർത്തിക്കാൻ ശ്രവണ സഹായികൾ അനുഗ്രഹമാണ്. ഇനി രുചി അറിയാനായിട്ട് വായ്ക്കുള്ളിലും നാക്കിലുമുള്ള രാസഗ്രാഹികളാണ് രുചി അറിയാൻ സഹായിക്കുന്നത്. ഇവ കൂടുതലായും ഉള്ളത് നാക്കിൻ്റെ ഉപരിതലത്തിലാണ്. നാക്കിൻ്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളാണ് പാപ്പിലകൾ. പാപ്പിലകളിൽ കാണപ്പെടുന്ന രുചി അറിയിക്കുന്ന ഭാഗങ്ങളാണ് സ്വാദുമുകുളങ്ങൾ. മധുരം, ഉപ്പ്,
പുളി, കയ്പ്, ഉമാമി തുടങ്ങിയ രുചികളാൽ ഉദ്ദീപിക്കപ്പെടുന്ന സ്വാദുമുകുളങ്ങളാണ് നമുക്കുള്ളത്. ഓരോ സ്വാദുമുകുളത്തിലും വ്യത്യസ്ത രുചികളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന രാസഗ്രാഹികളുണ്ട്. രുചിക്ക് കാരണമാകുന്ന വസ്തുക്കൾ ഉമിനീരിൽ ലയിച്ച് രാസഗ്രാഹികൾ ഉദ്ദീപിക്കുകയും ആവേഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ ആവേഗങ്ങൾ ബന്ധപ്പെട്ട നാഡികളിലൂടെ മസ്തിഷ്കത്തിലെത്തുകയും രുചി അനുഭവപ്പെടുകയുമാണ് ചെയ്യുന്നത്. രുചികളുടെ വൈവിധ്യം. ജാപ്പാനീസ് ഭാഷയിൽ സന്തോഷകരമായിട്ടുള്ള എന്നർത്ഥം വരുന്ന പദമാണ് ഉമാമി. പാൽ, മാംസം, കടൽ വിഭവങ്ങൾ, കൂൺ എന്നീ ഭക്ഷണപദാർത്ഥങ്ങളിൽ ഉമാമി രുചി തരുന്ന ഘടകങ്ങളുണ്ട്. ഒലിയോഗസ്റ്റസ് എന്ന പേരിൽ ആറാമതും ഒരു രുചി കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കൊഴുപ്പിൻ്റെ രുചിയാണ്. അപ്പോൾ കൊഴുപ്പിൻ്റെ രുചിയാണ് ഒലിയോഗസ്റ്റസ്. ഇനി ഗന്ധമറിയാൻ ഗന്ധഗ്രാഹികളാണല്ലേ ഗന്ധമറിയിക്കുന്നത്. നാഡിയുണ്ട്, ശ്ലേഷ്മഗ്രന്ഥികൾ, ഗന്ധഗ്രാഹികൾ, നാസാഗഹ്വരം. നമുക്ക് നോക്കാം ഘട്ടങ്ങൾ ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണെന്ന്. വായുവിൽ കരയുന്ന ഗന്ധകണികകൾ മൂക്കിലെ പ്രവേശിക്കുന്നു. ഗന്ധകണികകൾ മൂക്കിനുള്ളിൽ ശ്ലേഷ്മത്തിൽ ലയിക്കുന്നു. ഗന്ധഗ്രാഹികളെ ഉത്തേജിപ്പിക്കുന്നു. ഗന്ധനാഡി വഴി തലച്ചോറിലേക്ക് സന്ദേശമെത്തുന്നു. മണം തിരിച്ചറിയുന്നു. ഇനി ജലദോഷമുള്ളപ്പോൾ ആഹാരത്തിന് രുചി തോന്നാതിരിക്കാനുള്ള കാരണം ഇതാണ്. എന്താണ്? വായുവിൽ കലരുന്ന ഗന്ധകണികൾ മൂക്കിലേക്ക് പ്രവേശിക്കുന്നു. ഗന്ധകണികൾ മൂക്കിനുള്ളിലെ ശ്ലേഷ്മത്തിൽ ലയിക്കുന്നു. അപ്പോൾ നമ്മുടെ മൂക്കടഞ്ഞിരിക്കുമ്പോൾ നമുക്ക് രുചി അറിയാൻ പറ്റുമോ? ഇല്ല. ത്വക്കിലെ ഗ്രാഹികൾ. കാഴ്ചയില്ലാത്തവർ വിരൽത്തുമ്പ് കൊണ്ട് ബ്രെയിലി ലിപി വായിക്കുന്നത് വിരൽത്തുമ്പിലുള്ള സ്പർശഗ്രാഹികളാണ് ഇതിനവരെ സഹായിക്കുന്നത്. വിവിധ ജീവികളിലെ ഗ്രാഹികൾ. ഐസ് സ്പോട്ട് പ്രകാശം തിരിച്ചറിയാനായിട്ട്. പ്ലാനേറിയയിൽ ഐസ് സ്പോട്ടാണ് പ്രകാശം. അതുപോലെ തന്നെ ഒമാറ്റിഡിയ ആയിരക്കണക്കിന് ചെറിയ കണ്ണുകൾ ചേർന്ന് രൂപം കൊണ്ടിരിക്കുന്നു. ഒമാറ്റിഡിയ എന്ന ധാരാളം പ്രകാശഗ്രാഹികൾ ഈ സംവിധാനം കൂടിച്ചേർന്നാണ് ഈ ഷഡ്പദങ്ങൾ, ഈച്ച പോലുള്ളവയുടെ കണ്ണുകൾ. ഇനി പാർശ്വവര എന്താണ്? അത് സ്രാവിലാണ്. ശരീരത്തിൻ്റെ ഇരുവശങ്ങളിലുമുള്ള പാർശ്വവരകൾക്കുള്ളിൽ തുലനനിലയിലുള്ള മാറ്റം തിരിച്ചറിയാനുള്ള കഴിവുള്ള ഗ്രാഹികളുണ്ട്. ക്ഷമത കൂടിയ ഗന്ധഗ്രാഹികളാണ് സ്രാവുകൾ പോലുള്ളവയ്ക്ക്. ഇനി ജേക്കബ്സൺസ് ഓർഗൻസ്. പാമ്പിൻ്റെ നാക്കിൽ പറ്റിപ്പിടിക്കുന്ന ഗന്ധകണികകൾ വായുടെ മുകൾ ഭാഗത്തുള്ള ജേക്കബ്സൺസ് ഓർഗനിൽ എത്തുന്നു. അപ്പോൾ അവിടെയുള്ള ഗന്ധഗ്രാഹികൾ ഉത്തേജിക്കപ്പെടുന്നു. ജീവികൾക്ക് ചുറ്റുപാടുകൾ തിരിച്ചറിയാൻ കഴിയുന്നത് ജ്ഞാനേന്ദ്രിയങ്ങളിലെ ഗ്രാഹികളുടെ സഹായത്താലാണ്. ജീവിതാവശ്യങ്ങൾ നിറവേറ്റാനും ഭൂമുഖത്ത് നിലനിൽക്കാനും ജീവികൾക്ക് ഇതുവഴി സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 1ഉം 2ഉം പാഠമാണ് SCERTയുടെ 1ഉം 2ഉം പാഠമാണ് പഠിച്ചിരിക്കുന്നത്. ലെങ്തി ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് ക്ലാസ് കേൾക്കാനുള്ള ഒരു ഇഷ്ടം തോന്നില്ല. അപ്പം നമ്മൾ ഇന്ന് 1ഉം 2ഉം പാഠം പഠിച്ചു. അടുത്ത പാഠങ്ങൾ നമ്മൾ ബാക്കി 2 ക്ലാസ്സുകളിലൂടെ ആയിരിക്കും പഠിച്ചു തീർക്കുന്നത്. ഈ ക്യാപ്സൂൾ പഠിക്കുന്നതോടുകൂടി തന്നെ SCERTയുടെ സയൻസ് ബയോളജി ഭാഗം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും കവർ ചെയ്യും. അപ്പോൾ ക്ലാസ്സുകൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.